ഈ ഒരു സ്പേസിലാണ് ഞാൻ എൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ ഷൂറാക്കാണ്. ഇതിന് മുകളിലാണ് ടാങ്ക് വരിക. അതിന് തന്നെ കറക്റ്റായി അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തു. 1 ഫീറ്റ് 2 ഫീറ്റ് ആണ് അതിൻ്റെ മെഷർമെൻറ്റ്. പിന്നെ ആ മെഷർമെൻറ്റ് വെച്ചിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഡിസൈൻ വരച്ചെടുത്തു. ഇതുപോലെ ലെങ്ത് 2 ഫീറ്റ്, ഹൈറ്റ് 1.5 ഫീറ്റ്, വിഡ്ത്ത് 1 ഫീറ്റ്. അടുത്തുള്ളൊരു ഗ്ലാസ് ഷോപ്പിൽ പോയിട്ട് ആ മെഷർമെൻറ്റ് കൊടുത്തിട്ട് ആ കറക്റ്റ് പീസുകൾ കട്ട് ചെയ്ത് മേടിച്ചു. അവർക്കും ആക്ച്വലി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതൊരു നോർമൽ അക്വേറിയം ഡിസൈൻ അല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാനത് കറക്റ്റ് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മേടിച്ചു. അവിടെ നിന്ന് തന്നെ അത് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഗണ്ണും മേടിച്ചു. ഇനിയാണ് മെയിൻ ടാസ്കുകൾ. ഇതൊരു നോർമൽ അക്വേറിയം ഡിസൈൻ അല്ലാത്തതുകൊണ്ട് അത് ഗ്ലാസ് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു, അതും ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ. ബട്ട് അത് സക്സസ് ആയി. ഇത് ഫൈനലി ഇതാണ് നമ്മുടെ ഗ്ലാസ് ഫ്രെയിം. ഇതിനകത്താണ് ഇനി നമ്മൾ നമ്മുടെ ഡിസൈന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു തെർമോകോൾ ഷീറ്റ് താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ടാങ്ക് വെച്ചത്. ഈ തെർമോകോൾ ഷീറ്റ് എന്താ വെക്കുന്നത് വെച്ചെങ്കിൽ, ഇതിപ്പോൾ അണീവൻ സർഫേസ് ഒക്കെ ആകുമ്പോൾ ഗ്ലാസ്സിലേക്ക് വെയിറ്റ് വരുമ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു തെർമോകോൾ ഷീറ്റ് വെച്ചാൽ നമുക്കത് ഒഴിവാക്കി എടുക്കാൻ പറ്റും. ഇനി അതിൽ വെക്കാനുള്ള ഫ്രെയിം സെറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു കാസ്കേഡ് ടൈപ്പുള്ള ഒരു വാട്ടർ ഫ്ലോ പോലത്തെ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷീറ്റിനകത്താണ് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്യണത്. ഇത് നോർമൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണ്. നമുക്കത് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി ഇതന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഹാർഡ് ബോർഡ് നമുക്ക് മതിയാവും ഇങ്ങനത്തെ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാൻ. പക്ഷെ അത് വാട്ടർ പ്രൂഫ് ആയിരിക്കണം എന്ന് മാത്രം. ഇതൊരു സ്ക്വയർ ടൈപ്പ് ട്യൂബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്യൂബ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്യൂബിലൂടെയാണ് താഴേന്ന് വെള്ളം മുകളിലോട്ട് എടുക്കുക. അപ്പം അതിനായിട്ട് താഴെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു നെറ്റ് ഒട്ടിച്ച് വെക്കും. ഈ നെറ്റിലൂടെയാണ് വെള്ളം മുകളിലോട്ട് വരിക. എന്തിനാണ് നെറ്റ് ഒട്ടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കൂടെ മീനുകളൊന്നും മുകളിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കറക്റ്റായിട്ട് ഫ്രെയിമിൽ ഒട്ടിച്ച് വെച്ചിട്ട് സിലിക്കൺ വെച്ചിട്ട് സീൽ ചെയ്യും. ഇനി ആ കുഴലിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്യണം, വെള്ളം ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാൻ ഈ ഒരു പീസിൽ തന്നെയാണ് ആ ഒരു ബോക്സ് ഉണ്ടാക്കുന്നത്. ഈ ബോക്സ് പിന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മേലായിട്ട് ഒട്ടിച്ച് വെക്കും. ഇതിലേക്ക് നമ്മൾ വെള്ളം പമ്പ് ചെയ്തെടുക്കും. പിന്നെ ഇതിൽ നിറയുമ്പോഴാണ്, ഇതിന് ഓവർഫ്ലോ ആകുമ്പോഴാണ് ഇതിലൂടെ വെള്ളം മറ്റു സ്ഥലങ്ങളിലോട്ടെല്ലാം ഒഴുകി പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 സ്റ്റേജ് കാസ്കേഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3 പീസ് കട്ട് ചെയ്തിട്ട് അത് ആ ഫ്രെയിമിൽ തന്നെ ഒട്ടിച്ചു വെച്ചു. സോ ഇതാണ് ഫ്രെയിമിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. കുഴലിലൂടെ ഇതേപോലെ നമുക്ക് പമ്പ് ഇറക്കി വെക്കാൻ പറ്റണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൈസിലായിരിക്കണം നിങ്ങൾ ആ കുഴൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള റോക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് PU ഫോം സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ പാറയുടെ ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഈ PU ഫോം ഫ്രെയിമിൽ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ മേടിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനക്കനുസരിച്ചിട്ടുള്ള ഡിസൈൻസുകൾ ഈ ഫ്രെയിമിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഡിസൈൻ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ അതിൽ സ്പ്രേ പെയിൻറ് ചെയ്യുകയാണ്. അത് ഞാനൊരു ഗ്രേ സ്പ്രേ പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു റോക്കിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രേ അടിക്കുന്നതായിരിക്കും, ഡാർക്ക് ഗ്രേ പെയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടിച്ചതിന് ശേഷം ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്.
തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് എടുത്ത് കഴുകിയിട്ട് തിരിച്ചു വെക്കാനൊക്കെ വളരെ ഈസിയാണ് ഈ സംഭവം. ഒരു 8 വാട്ട്സിന്റെ പ്ലാന്റഡ് അക്വേറിയം ലൈറ്റ് കൂടെ ഫിക്സ് ചെയ്തു. ഈ ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റ്സിന് വളരാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ തീം ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലോട്ടൊക്കെ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കി. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ വെക്കാനുള്ള പ്ലാന്റ്സ് എല്ലാം കളക്ട് ചെയ്യണം. അത് ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നൊക്കെ കളക്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് അതിന് ഒരുപാട് സഹായിച്ചു കേട്ടോ. ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചു. ഇതവിടെ വെറ്റ് ടിഷ്യൂ പേപ്പറാണ്. ഇത് നന്നായി കഴുകിയെടുത്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ അതിലൂടെ ഒന്നും ഈ മണ്ണൊന്നും താഴോട്ട് ഇറങ്ങി പോവില്ല. അതവിടെ പിന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്യും അതിലൂടെ ഇറങ്ങി പോകുമ്പോൾ. പ്ലാന്റ്സും മോസും ഒക്കെ നിങ്ങളുടെ ഭാവനക്ക് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചെങ്കിൽ ഇപ്പം നിങ്ങൾ ആ ചെടികൾ വെക്കുന്ന സ്ഥലത്തൂടെ അല്ലെങ്കിൽ പാറയുടെ എല്ലാ സ്ഥലത്തോട്ടും ആ ഒരു നനവ് എത്തണം. അപ്പോൾ അതിലൂടെ എല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് ഉറപ്പ് വരുത്തുക. താഴെ ഞാൻ കുറച്ച് വൈറ്റ് സാൻഡാണ് ആഡ് ചെയ്യുന്നത്. വൈറ്റ് സാൻഡും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് റോക്സ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് റോക്സ്. അതും കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ ഡിസൈന് ആയത്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഡിസൈൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വേണം ഫിഷിനെല്ലാം ആഡ് ചെയ്യാം. ഒരു 1 വീക്കിന് ശേഷം ഈ ചെടികളിലെല്ലാം അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.